മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിനായുള്ള തിരച്ചിലായി സ്കൂബ സംഘം എത്തി. 4 അംഗ സ്കൂബ സംഘമാണ് എത്തിയത്. ഷിജിന്റെ ബോട്ട് മറിഞ്ഞ സ്ഥലത്ത് ഉൾപ്പെടെ തിരച്ചിൽ നടത്തും. MG പ്രദേശ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രദേശ്, സ്കൂബ സംഘം എത്തും എന്ന അധികൃതർ ഉറപ്പ് നൽകി. അത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇന്ന് രാവിലെ ഷിജിന്റെ കുടുംബാംഗങ്ങൾ അടക്കം പങ്കുവച്ചിരുന്നു. ഇപ്പോൾ സ്കൂബ സംഘം എത്തി. ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ? മാധു, ഇന്ന് രാവിലെ മുതൽ തന്നെ സ്കൂബ അംഗങ്ങളെ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്തുമെന്നതായിരുന്നു മന്ത്രി CP ജോൺ കുടുംബത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ രാവിലെ ഈ സ്കൂബ ടീം അംഗങ്ങൾ എത്തിയിരുന്നില്ല. പ്രതികൂല കാലാവസ്ഥ കാരണം എത്താൻ കഴിയില്ല എന്നതാണ് സ്കൂബ ടീം അംഗങ്ങൾ അറിയിച്ചത്. പക്ഷേ പിന്നീട് കുടുംബം പ്രതിഷേധവുമായി എത്തിയതോടുകൂടിയാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് 4 അംഗ ടീം മുതലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. ഈ വള്ളം മറിഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. 4 പേരാണ് ഈ അംഗങ്ങളിലുള്ളത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. ഈ പാറക്കെട്ടുകളുടെ ഉള്ളിലേക്ക് പോയി നോക്കുക പ്രയാസകരമാണ്. വലിയ തിരമാലകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കുടുംബത്തിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഈ വിഴിഞ്ഞത്ത് നിന്ന് 4 അംഗ ടീമിനെ ഇപ്പോൾ മുതലപ്പുഴയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ സ്കൂബ ടീം അംഗങ്ങളുടെ തിരച്ചിലിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്നതാണ് കുടുംബം ഉൾപ്പെടെ പറയുന്ന കാര്യം. കാരണം ഈ വലിയ പാറക്കെട്ടുകളുള്ള പ്രദേശം കൂടിയാണ്. ഒരുപക്ഷെ പാറക്കെട്ടുകളിൽ അകപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാറക്കെട്ടുകളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. ആ മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്.